കേരയിൽ ഉപേക്ഷിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും നാലാമത്തെ ഒരു തീരുമാനമായിട്ടാണ് അത് വന്നത്. നേരത്തെ 1, 2, 3 തീരുമാനങ്ങൾ വന്നു. പിന്നെ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വന്നു. അതുപോലെ തന്നെ പിന്നെ ഒന്നാമത്തെ മന്ത്രിസഭയിൽ തന്നെ ആശാ വർക്കേഴ്സിന് പൈസ കൂട്ടിക്കൊടുത്തു. പിന്നെ അങ്ങനെ പല പല തീരുമാനങ്ങൾ വന്നു. അവസാനം 4ാമത്തെ തീരുമാനമായിട്ട് 5ാമത്തെ തീരുമാനമായിട്ട് റെയിൽ ഉപേക്ഷിച്ചു. ഇന്ന് വരുന്ന പുതിയ വാർത്ത, അതിവേഗ റെയിൽ വരും. തീർച്ചയായും അതിവേഗ റെയിൽ കേരളത്തിന് ആവശ്യമുണ്ട്. പക്ഷേ റെയിൽ വേണ്ട. റെയിൽ വേണ്ട എന്ന് സമീപനമെടുത്തതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് 3 മണിക്കൂറോ 4 മണിക്കൂറോ കൊണ്ടോ യാത്ര ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അങ്ങനെ യാത്ര ചെയ്യാനുള്ള സംവിധാനം ഒരിക്കൽ ആളുകൾ കയറാതിരിക്കുകയൊന്നുമില്ല. ആളുകൾ കൂടുതൽ മൊബിലിറ്റി വന്നാൽ കൂടുതൽ യാത്ര ചെയ്യും. എല്ലാ രാജ്യത്തിൻ്റെയും തിയറി അത് തന്നെയാണ്. കൂടുതൽ സൗകര്യം വന്നാൽ കൂടുതൽ പെട്ടെന്ന് യാത്ര ചെയ്യും. പക്ഷേ കേരളത്തിൻ്റെ പൊതുപരിസ്ഥിതിയെ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ടും എക്കണോമിക്കലി ഫീസിബിൾ അല്ലാത്ത ഒരുപാട് നിഗൂഢതകളുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. കൃത്യമായ DPR പോലും ഇല്ലായിരുന്നു. കാരണം റെയിലിൻ്റെ എം ഡി നടത്തിയ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ കാണാൻ ഇടയായി. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളിൽ വെച്ച് നടന്നതാണ് തിരുവനന്തപുരത്ത്. അദ്ദേഹം RVG മേനോൻ സാർ വന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ആളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടപ്പോൾ ശരിക്കും അദ്ദേഹത്തിന് തന്നെ ഇതിനകത്തൊരു ക്ലാരിറ്റി ഇല്ല എന്ന് മനസ്സിലായി. കാരണം ഇത് എങ്ങനെയാണ് ഫീസിബിളാക്കി എടുക്കുക എന്ന് അദ്ദേഹത്തിന് പോലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു പ്രോജക്റ്റായിരുന്നു. രണ്ടാമതൊരു കാര്യമുണ്ടായിരുന്നു. അത് ബ്രോഡ് ഗേജ് എന്ന് പറയുന്ന നമ്മുടെ റെയിൽവേ സിസ്റ്റവുമായി യാതൊരു ബന്ധവുമില്ല. അത് സിംഗിൾ ഗേജായിട്ട് മാവും, സെപ്പറേറ്റ് ഒരു സാധനമായിട്ട് മാറും. അത് PPP ആയിട്ടാണ് തുടങ്ങാൻ തീരുമാനിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം പോലെ അല്ലെങ്കിൽ കണ്ണൂർ വിമാനത്താവളം പോലെ അത് PPP ആയിട്ട് മാറും. ഇത് പോകുന്ന വഴികൾക്കിട അടുത്തുള്ള സ്ഥലങ്ങൾ സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് പ്രഖ്യാപിക്കും. ഇതൊന്നും ആരും ചർച്ച ചെയ്യാതെ പോയ വിഷയങ്ങളാണ്. സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് പ്രഖ്യാപിച്ചാൽ അവിടെ നിന്നും കുടിയൊഴുക്കലുണ്ടാവും. അവിടെ പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം പ്രൈവറ്റ് ഏജൻസികൾക്ക്. അങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു കോർപ്പറേറ്റ് ബിസിനസ് പ്രോജക്റ്റായിരുന്നു ശരിക്ക് റെയിൽ. അതുകൊണ്ടാണ് അതിനെ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും അത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ടാണ് അതിനെ എതിർത്തത്. അപ്പോൾ തന്നെ പരിസ്ഥിതി പ്രവർത്തകരും ബന്ധപ്പെട്ട ആളുകളും ആക്ടിവിസ്റ്റുകളും എല്ലാവരും പറഞ്ഞിരുന്നു, നമുക്ക് അതിവേഗ കാസർഗോഡ് എത്തണം, വേഗത്തിലെത്തണം, അതിന് തർക്കമൊന്നുമില്ല. അതിന് ചെയ്യേണ്ടുന്ന മാർഗങ്ങൾ ഇലക്ട്രിഫിക്കേഷൻ ആണെങ്കിൽ, ഇപ്പോൾ നിലവിലുള്ളതിൻ്റെ വീതി കൂട്ടലാണെങ്കിൽ, വളവ് മാറ്റലാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീധരനെ പോലെയുള്ളവർ പറയുന്ന പുതിയ ബദൽ മാതൃകകളാണെങ്കിൽ ഇതെല്ലാം പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ കാരണം രാജ്യത്ത് ഹൈഡ്രജൻ ട്രെയിൻ വരുന്നു, ബുള്ളറ്റ് ട്രെയിൻ വരുന്നു. ഇതൊക്കെ കേരളത്തിന് കിട്ടണ്ടേ? അപ്പോൾ ഹൈഡ്രജൻ ട്രെയിനും ബുള്ളറ്റ് ട്രെയിനും ഒക്കെ കേരളത്തിന് കിട്ടണമെങ്കിൽ നമുക്ക് നല്ല സംവിധാനം ഉണ്ടായേ പറ്റുള്ളൂ. പക്ഷെ നല്ല സംവിധാനം എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് ഏറ്റവും കുറച്ച് പരിക്കേൽപ്പിക്കുന്ന, കുറേ പരിക്കേൽക്കും, എന്തായാലും പരിസ്ഥിതി കുറച്ച് പരിക്കേൽക്കും. പക്ഷെ ഏറ്റവും കുറച്ച് പരിസ്ഥിതിക്ക് പരിക്കേൽക്കുന്ന, ഏറ്റവും എക്കണോമിക്കലി ഫീസിബിളായിട്ടുള്ള, ഈ നാട്ടിലെ ഇതിനാശങ്ക പറയുന്നവരുടെ ആശങ്ക മാറ്റുന്ന നല്ല പ്രോജക്റ്റ് വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും. ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങളിൽ കടലിൻ്റെ അടിയിൽ കൂടി പാതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മലകൾ തുരന്ന്, ഇപ്പോൾ തായ്ലാൻഡിൽ മലേഷ്യയിൽ പോയി കഴിഞ്ഞാൽ ഒരു മലയുടെ മുകളിലാണ്, കിലോമീറ്ററുകൾ അപ്പുറമുള്ളൊരു മലയുടെ മുകളിലാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് പോയിന്റ്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടെ പോകുന്നത്. ആയിരക്കണക്കിന് പേരാണ് ഒരു സമയം ആ മലയുടെ മണ്ടിൽ താമസിക്കുകയും സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ സംവിധാനമുള്ള സ്ഥലമാണ്. ചെയ്യാൻ പറ്റും. ബാക്കി മലകളെ ഒന്നും അവർ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ അതെല്ലാം ആധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളുടെ വിസ്മയങ്ങളാണ്. എഞ്ചിനീയറിംഗ് സാങ്കേതികയുടെ വിസ്മയങ്ങൾ കൊണ്ട് പരിസ്ഥിതിയെ കൂടി സംരക്ഷിച്ചുകൊണ്ട് പിന്നെ എക്കണോമിക്കലി ഫീസിബിളായി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിവേഗ റെയിൽ കേരളത്തിന് ആവശ്യമുണ്ട്. എക്സ്പ്രസ് ഹൈവേ PJ ജോസഫ് സാറ് അദ്ദേഹം ഇപ്പോൾ ഒരു റിട്ടയർമെൻ്റ് എടുത്ത് വീട്ടിലുണ്ട്, പൊളിറ്റിക്സിൽ നിന്നല്ല, പാർലമെൻ്ററി രംഗത്തുനിന്ന്. ബോംബെയിൽ നിന്ന് കന്യാകുമാരി വരെ ഒരു എക്സ്പ്രസ് ഹൈവേയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു അന്ന്. പക്ഷേ അത് നടക്കണമായിരുന്നു എന്നാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്. കാരണം അന്ന് അത് നടക്കാനുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ അന്ന് ഇത്രയും സ്ഥലമെടുപ്പിൻ്റെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അത് പോട്ടെ, എക്സ്പ്രസ് ഹൈവേ വന്നില്ല. അന്ന് നല്ല എതിർപ്പ്, MP വീരേന്ദ്രകുമാർ അടക്കമുള്ള ആളുകളിൽ നിന്ന്, മാതൃഭൂമി എന്നൊക്കെ വലിയ എതിർപ്പ് വന്നു. എക്സ്പ്രസ് ഹൈവേ പോയി.
പിന്നെയാണ് ഈ കേരയിൽ സംവിധാനം വന്നത്. കേരയിൽ അടിമുടി ദുരൂഹതയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും എതിർത്തത്. വളരെ മനോഹരം. ഇപ്പോൾ ഈ ശ്രീധരനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം എക്സ്പെർട്ടാണ്, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന റെയിൽവേ മാനാണ്, മെട്രോ മാനാണ്. വളരെയധികം എക്സ്പെർട്ടൈസ് അദ്ദേഹത്തിനുണ്ട്, വയസ്സും ഒക്കെ ആയിട്ടുണ്ട്, പല എക്സ്പെർട്ടൈസ് ഉണ്ട്. അദ്ദേഹത്തെ പോലുള്ള ആളുകളെയും ഏറ്റവും രാജ്യത്തെയും അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റവും നല്ല എക്സ്പേർട്ടുകളെ കൊണ്ടുവന്നുകൊണ്ട് കൃത്യമായ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അത് ചർച്ചയ്ക്ക് വയ്ക്കണം. എന്ന് പറഞ്ഞാൽ കണ്ണിൽ കണ്ട എല്ലാവരും കൂടി ചർച്ച ചെയ്യണമെന്നല്ല, വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും വേണമെങ്കിൽ ഒന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുക, അങ്ങനെ ഒരു സംവിധാനങ്ങളിൽ പ്രസിദ്ധീകരിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവർക്ക് അതിൻ്റെ രേഖ കൊടുക്കുകയും അവരവരുടെ ആശങ്കകൾ രേഖപ്പെടുത്തുകയും ചെയ്യട്ടെ. ആശങ്കകളും അവരുടെ ബദൽ നിർദ്ദേശങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് അതിൽ പരമാവധി ചെയ്യാം. അതെല്ലാം എടുക്കാൻ പറ്റില്ല. കാരണം ഹൈ എക്സ്ട്രീമായിട്ട് ഒരു എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് പറയുന്നത് ഇതൊന്നും തുടരുത്, ഇവിടെ എല്ലാം ഇതുപോലത്തെ മതി, കാട് തുടരുത്, മല തുടരുത്, സ്ഥലം തുടരുത്, വയൽ തുടരുത്, ഒന്നും തുടരുത് എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇത് തൊടുമ്പോൾ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ പരിരക്ഷ കൂടി കൊണ്ടുവന്നുകൊണ്ട് എങ്ങനെ നമുക്കൊരു പുതിയ ഒരു മെത്തഡോളജി കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാമെന്ന് ഗൗരവമായി ആലോചിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നല്ല കാടുണ്ടായിരുന്ന, നല്ല മരങ്ങളുണ്ടായിരുന്ന ഒരുപാട് സ്ഥലങ്ങളെ വെട്ടിമാറ്റിയിട്ടാണ് റെയിൽവേ പണിതത്. അന്നത് ആവശ്യമുണ്ട്, സമ്മതിച്ചു. പക്ഷെ റെയിൽവേയുടെ സ്ഥലങ്ങളെ കിളങ്ങുന്ന പുറമ്പോക്ക് സ്ഥലത്ത് പോലും നമ്മളൊരു 5 മരം വെച്ച് പിടിപ്പിക്കാൻ നമ്മൾക്ക് കൺസെപ്റ്റ് ഇല്ല. എത്രയോ സ്ഥലങ്ങളിൽ, പിന്നെ കോഴിക്കോട് പോയാൽ, കണ്ണൂർ പോയാൽ, കാസർഗോഡ് പോയാൽ, അതുപോലെ തിരുവനന്തപുരം വരുമ്പോൾ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൻ്റെ 2 സൈഡിലും ഒരുപാട് സ്ഥലമാണ് വേസ്റ്റായി കിടക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് അവിടെ പച്ചപ്പുണ്ടാക്കാൻ കഴിയുന്നില്ല? വൻ മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട, റെയിൽവേക്ക് ട്രാക്കിന് ബുദ്ധിമുട്ടുണ്ടാവും. ചെറിയ പച്ച ചെടികൾ പോലും വച്ച് പിടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. സൗന്ദര്യവൽക്കരണത്തിൻ്റെ ചെടികൾ പോലും നമ്മൾ വച്ച് പിടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഒരു ഗ്രീൻ റെയിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിവേഗ പാത വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ അത് കേരളയിലല്ല, അതൊരു ബിസിനസ് പ്രോജക്റ്റ് അല്ല, അതൊരു കോർപ്പറേറ്റ് പ്രോജക്റ്റ് അല്ല, അത് ജനങ്ങൾക്ക് ആഗ്രഹമുള്ള, ജനപക്ഷത്ത് നിൽക്കുന്ന അതിശക്തമായ ഒരു അതിവേഗ റെയിൽ കേരളത്തിന് ആവശ്യമാണ്. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നു, അതിവിടുത്തെ പരിസ്ഥിതിയെ മുച്ചൂട് മുടിച്ചുകൊണ്ടല്ല, ഇവിടുത്തെ സാമ്പത്തിക രംഗത്തെ തകർത്തുകൊണ്ടല്ല, ഇവിടുത്തെ പ്രൈവറ്റ് ഏജൻസികൾക്ക്, ആളുകൾക്കും വല്ലാതെ കയറി അതിനകത്ത് ലാഭം കൊണ്ടുപോകും. അവരെ ഈ പാർട്ട്ണർഷിപ്പൊക്കെ കൊണ്ടുവരാം, പക്ഷേ മുഴുവൻ ലാഭവും അവർ കൊണ്ടുപോകുന്ന നിലയിലേക്കുള്ള പദ്ധതികളല്ല നമുക്കാവശ്യം. ഷെയർ കൂടുതലും ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് നിൽക്കേണ്ടത്. ആ നിലയിലൊക്കെ ചിന്തിക്കുന്ന മനോഹരമായൊരു അതിവേഗ പരിപാടികളൊക്കെ വരട്ടെ. പക്ഷേ അതോടൊപ്പം തന്നെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റം, നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇപ്പോൾ സ്വിഫ്റ്റും ഒക്കെ വന്നതിന് ശേഷം കുറേ കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ റോഡൊക്കെ കൂടി പൂർത്തിയായി വരുമ്പോൾ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റവും നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റം നന്നാക്കിയെടുത്ത് അതിൻ്റെ കൂടെ ഈ പറയുന്ന പോലെ റെയിൽവേ വേണോ വേണ്ടേ, അതിവേഗ റെയിൽ വേണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ ഒരു മൊത്തം പാക്കേജ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ, കേരളത്തിൻ്റെ റെയിൽവേയും പൊതുഗതാഗതമാണല്ലോ, അപ്പോൾ റോഡ്, റെയിൽവേ, പൊതുഗതാഗതത്തെ മൊത്തം കണ്ടുകൊണ്ടുള്ള ഒരു പാക്കേജിലൂടെ മാത്രമേ ഇനി പരിപാടികൾ എടുക്കാവൂ. സിംഗിളായിട്ടുള്ള ഏകപക്ഷീയമായ പരിപാടികൾ എടുക്കരുത് കേരളം. അങ്ങനെ എടുക്കാതിരിക്കുന്നതിനുള്ള മാൻഡേറ്റ് കൂടിയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഹരിത MLA കൂടിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നും തൊടാതെ, മർമാണി കല്യാണം കഴിച്ചതുപോലെ ഒരൊന്നും തൊടാതിരിക്കുന്ന, ശരീരത്തിൽ എവിടെ തൊട്ടാലും മർമ്മം, അതുകൊണ്ട് മരുമാണി കല്യാണം കഴിച്ചിട്ടും മർമാണിക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല എന്ന് പറയുന്ന പോലെ പോകാൻ പറ്റത്തില്ല. നമുക്ക് പരിസ്ഥിതിയും വേണം, വികസനവും വേണം, അതിവേഗ പാതകളും വേണം. പക്ഷേ അതിവേഗ പാതയാണോ വേണ്ടത്, പൊതുഗതാഗതമാണോ വേണ്ടതെന്നുള്ളതൊക്കെയുള്ള കൃത്യമായ ചർച്ച സമൂഹത്തിൽ നടക്കട്ടെ. അത് വളരെ പോസിറ്റീവാണ്. വികസന വിദ്രോഹികളല്ല പരിസ്ഥിതി പ്രവർത്തകരൊന്നും, അവരെയും കൂടി വിശ്വാസത്തിലെടുക്കുന്ന മനോഹരമായ പദ്ധതികൾ ഉണ്ടാകട്ടെ.